ലക്ഷണങ്ങൾ എല്ലാവർക്കും അറിയാം. ചുമ, പനി, വെയിറ്റ് ലോസ്, ഇതൊക്കെയാണ്. ഇത് രോഗനിർണയം എന്ന് പറഞ്ഞാൽ പ്രോപ്പറായിട്ട് നമ്മുടെ ഹിസ്റ്ററി എടുക്കുക. ഈ രോഗലക്ഷണങ്ങൾ വെച്ചും നമുക്ക് ഫിസിക്കൽ എക്സാമിനേഷൻ, ഡോക്ടറെ അടുത്ത് പോകുമ്പം ഫിസിക്കൽ എക്സാമിനേഷൻ, പിന്നെ പ്രധാനമായിട്ടും കഫം പരിശോധിക്കലാണ്. കഫത്തിൽ നമ്മൾ ഇത് TB കോസ് ചെയ്യുന്ന മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് ബാക്ടീരിയ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നതാണ് അതിൻ്റെ ടെസ്റ്റ്. പിന്നെ ഇപ്പോൾ നമുക്ക് ഒരുപാട് മോളിക്കുലർ ടെസ്റ്റുകൾ എന്ന് വെച്ചാൽ ഈ കഫം സ്പ്യൂട്ടം സ്മിയർ അല്ലാതെ ഒരുപാട് മോളിക്കുലർ ടെസ്റ്റ് വെച്ചിട്ട് നമുക്ക് വളരെ കുറച്ച് TB അണുക്കൾ ഉണ്ടായാലും നമുക്ക് അതിൻ്റെ പ്രസൻസ് ഡിറ്റക്റ്റ് ചെയ്ത് അസുഖം നിർണ്ണയിക്കാൻ പറ്റും. അതുപോലെ ഏർലിയറായിട്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ഇനിഷ്യേറ്റ് ചെയ്യാനും സാധിക്കും. നമ്മളുടെ ഈ വർഷത്തെ TB ഡേയുടെ തീം എന്താണെന്ന് വെച്ചാൽ വി ക്യാൻ എൻഡ് TB, കമ്മിറ്റ്, ഇൻവെസ്റ്റ്, ഡെലിവർ എന്നാണ്. കമ്മിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സാമൂഹിക പ്രതിബദ്ധത, നമ്മുടെ കമ്മിറ്റ്മെൻറ്റ് വേണം. ആ കമ്മിറ്റ്മെൻറ്റ് അത് പ്രായോഗിക തലത്തിൽ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും പറ്റണം. കമ്മിറ്റ്മെൻറ്റ് അത് എല്ലാവർക്കും ഇൻഡിവിജ്വൽ ലെവലിലായാലും ഗവൺമെൻറ് സൈഡിലായാലും TB നിർമ്മാർജ്ജനം ചെയ്യാനുള്ള പ്രതിബദ്ധത വേണം. ഇൻവെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഫണ്ടില്ലാതെ പ്രോപ്പറായിട്ട് ഒരു പ്രോഗ്രാംസും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. പിന്നെ ക്വാളിറ്റി കെയർ, നമ്മുടെ ക്വാളിറ്റി ഡ്രഗ്സ്, ഇതിൻ്റെ എല്ലാം അവൈലബിലിറ്റി നമുക്ക് ഉറപ്പാക്കണം. അതിന് പ്രോപ്പറായിട്ട് അതിനുള്ള ഫണ്ട് വേണം. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് പുതിയ പുതിയ ഇന്നൊവേഷൻസും പുതിയ റിസർച്ച് വർക്ക് ഇതിൽ നടത്തേണ്ടതുണ്ട്. അപ്പം അതിനുമെല്ലാം ഫണ്ട് വേണം. പിന്നെ മൂന്നാമത്തേത് ഡെലിവർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് എന്തൊക്കെയാണോ നമ്മുടെ കമ്മിറ്റ്മെൻറ്റ്സ് അത് പ്രോപ്പറായിട്ട് എത്തേണ്ട ഇടത്ത് അത് കൊണ്ട് എത്തിക്കേണ്ടതും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. മോർ ദാൻ എനിത്തിങ് ഒരു കമ്മ്യൂണിറ്റി ഇൻട്രാക്ഷൻ ഉണ്ടായാലും ഈ കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് നടക്കുകയുള്ളൂ. അപ്പം അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഈ TB നിർമ്മാർജ്ജന പ്രോഗ്രാമിൽ അണിചേരാം.